കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഓട്ടോയിൽ നിറങ്ങി ചന്ദ്രമതി നടന്നങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശരത്തിന്റെ ഫ്രണ്ടും കൂടെ ബൈക്കിനങ്ങോട്ട് പോവാ. അപ്പൊ ശരത്ത് മുഖം മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് ഒക്കെ വെച്ച്. പിന്നീട് ചന്ദ്രമതി കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അയ്യോ എന്റെ ബാഗ് എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ കിടന്ന് അലറി വിളിക്കുവാണ്. അങ്ങനെ ആ മരിച്ചിരോടെ അങ്ങോട്ട് ചെന്നിട്ട് അതിനകത്ത് പൈസ മൊത്തം എടുത്തിട്ട് ബാഗ് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുവാണ്. ചന്ദ്രമതി അവിടെ കിടന്ന് അലറി കരഞ്ഞു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുക. അതെ, ആ കള്ളന്മാര് എന്റെ ബാഗ് കൊണ്ടുപോയി, അതിനകത്ത് പണം മൊത്തം എടുത്തിട്ട് ബാഗ് കിട്ടുമെന്ന് പറയാണ്. അതെ, ഇവിടെ ഇങ്ങനെ പതിവുള്ള കള്ളന്മാരുടെ ശല്യം കൂടുതലുള്ള ഏരിയ. ഒരു കാര്യം ചെയ്യുക, ചേച്ചി പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ പറയാ. എന്താ ചേച്ചി പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കണ്ടേ? വേണ്ട, ഇപ്പൊ പരാതി കൊടുക്കാൻ പോയ പ്രശ്നമോ? എന്താ ചേച്ചി പറയുന്നേ? പരാതി കൊടുത്താൽ പ്രശ്നമാവുന്ന എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ നല്ലത്. ഇപ്പൊ അതിനേക്കാളും അത്യാവശ്യമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നേക്കാളും പ്രധാനമായിട്ടുള്ള കാര്യം ഫിനാൻഷ്യൽ അടുത്തേക്ക് പോവാ. അയാൾ ചിലപ്പോ വീട്ടിലേക്ക് അങ്ങനെ വന്നാൽ അതോടുകൂടി തീർന്നു. പെട്ടെന്ന് ചന്ദ്രമതി എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് നേരെ ഫിനാൻഷ്യൽ അടുത്തേക്ക്. അങ്ങനെ അവിടെ ചെന്ന് കയറിയപ്പോ അയാൾ ചോദിച്ചു, ഓഹോ, ആളെ വിട്ടാലും നിങ്ങൾ ഇങ്ങോട്ട് വരത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പലിശയായിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട, കഴിഞ്ഞ മാസത്തെ പലിശ കുറച്ച് തരാനുണ്ടായിരുന്നു. ഈ മാസത്തെ കൂടെ ചേർത്ത് 85,000 രൂപ വേണ്ടി തരാനായിട്ട്. 85,000 രൂപ എടുത്തു വെക്കാൻ പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അല്ല പിന്നെ അത് ഞാൻ എന്താ പണമില്ലേ? അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സ്വർണ്ണമാണോ ഈ തവണ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പണമാണേലും കൊള്ളാം സ്വർണ്ണമാണേലും കൊള്ളാം, എനിക്ക് എന്റെ എമൗണ്ട് കിട്ടിയാൽ മതി എന്ന് പറയാം. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അല്ല അത് പിന്നെ പണം ഇല്ലാന്ന് പറയാണ്. പണം ഇല്ലേ? ആഹാ, അത് കൊള്ളാലോ. എന്നെ കണ്ടന് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. ചന്ദ്രമതി ചോദിച്ചു, അതെന്താ അങ്ങനെ? അല്ല ഞാൻ വെറുതെ പറഞ്ഞാന്നോ, അല്ലെങ്കിൽ വെറും വാക്ക് പറയുന്നവനാണോ, അല്ലെങ്കിൽ ഞാൻ പലിശയൊക്കെ നല്ല പണമൊക്കെ കൊടുക്കുന്നത് വെറുതെ ആന്നുള്ള ചിന്ത നിനക്കുണ്ടോന്ന് ചോദിക്കുക. ചന്ദ്രമതി ചോദിച്ചു, അല്ല അതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ ഒരു മന്ദബുദ്ധിയായിട്ട് ഇവിടെ ഇരിക്കുന്നതാന്ന് വിചാരിച്ചോ? നിങ്ങൾ പണമില്ലെന്നും പറഞ്ഞ് കയറി വരുമ്പോ നിങ്ങളെ സ്വീകരിച്ച് ഇവിടെ ഇരുത്താനായിട്ട് മര്യാദയ്ക്ക് പണം വെക്ക് പെണ്ണുമ്പിള്ളേന്ന് പറയാം. ദേ പറഞ്ഞല്ലോ, എന്റെ ഈ പണമില്ല, പണം മോഷണം പോയെന്ന് പറയാം. ദേ ഞാൻ പണം കൊണ്ടുവന്നായിരുന്നു, ഭർത്താവിന് പെൻഷൻ കിട്ടിയ തുകയുണ്ടായിരുന്നു, ആ തുകയായിട്ടാ ഞാൻ വരുന്നേ. പക്ഷെ വരുന്ന വഴിക്ക് ഹെൽമെറ്റ് വെച്ച രണ്ടുപേര് ബൈക്ക് വന്ന് എന്റെ പണം അടങ്ങിയ ബാഗ് മോഷ്ടിച്ചു. പിന്നീട് ആ ബാഗ് അവന്മാർ തിരിച്ചെറിഞ്ഞു. ഇതിനകത്ത് ഒരു പൈസ പോലും ഇല്ലെന്ന് പറയാം. ഓഹോ, പുതിയ കള്ളത്തരങ്ങളായിട്ട് ഇറങ്ങിയതല്ലേ? ഇതൊന്നും എന്റെ അടുത്ത് ചിലാവില്ല. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള ഇതുപോലത്തെ അഭ്യാസങ്ങളൊക്കെ. മര്യാദയ്ക്ക് പണം ഇങ്ങോട്ട് വെക്കാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു കുറച്ച് ദിവസത്തോടെ അവധിയായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. അടുത്ത മാസം ഇതും കൂടെ ചേർത്ത് ഞാൻ അടച്ചോളാന്ന് പറയണം. ഓഹോ, അപ്പൊ എന്റെ അടുത്ത് അഭ്യാസം കാണിക്കും അല്ലേ? അപ്പൊ പണം തരാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല. ഒരു കാര്യം ചെയ്യാം, പണം തന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയാം. അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പറഞ്ഞ കേട്ടല്ലോ. പിന്നീട് അവിടെ എന്നങ്ങോട്ട് വിളിക്കുവാണ്. വിളിച്ചു കഴിയുമ്പോഴത്തേനും ഒരു നല്ല വണ്ണമുള്ള സ്ത്രീ അങ്ങോട്ട് കയറി വന്നു. ദേ ഇവരെ പിടിച്ചോടെ ആ മുറിക്കകത്ത് ഇങ്ങോട്ട് പൂട്ടാൻ പറയണം. അയ്യോ, മുറിക്കകത്ത് പൂട്ടാനോ? അതെ, വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പോയാൽ മതി. നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യ. നിങ്ങൾ പണം മേടിക്കാൻ വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്തൊരു വിനയമായിരുന്നു. കൃത്യമായിട്ട് പലിശ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ മാസത്തെ പോലും പലിശ കൃത്യമായിട്ട് തന്നില്ല. ദേ ഇവളെ കൊണ്ടേ കൂടെ പൂട്ടിയിടാൻ പറയണം. അങ്ങനെ ചന്ദ്രമതിനെ കൂടെ അങ്ങോട്ട് പോവാം. അവര് കൊണ്ടുപോയി മുറിക്കകത്ത് അങ്ങോട്ട് പൂട്ടിയിടാന്ന് ചന്ദ്രമതി പറഞ്ഞു, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ തുറന്നു വിട്, ഞാൻ പണം തരാന്ന് പറഞ്ഞല്ലോ, തരത്തില്ല എന്ന് പറഞ്ഞല്ലോ. അവിടെ കിടക്ക്, തൽക്കാലത്തേക്ക് നിങ്ങളിപ്പോ പുറലോകം കാണണ്ട, വീട്ടിൽ നിന്ന് ആള് പെട്ടെ, എന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയാ. ഈ സമയം കേവതിയും സച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. പിന്നീട് സച്ചു പറഞ്ഞു, എന്നാലും ഞാൻ അവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ആ സുധിയെക്കുറിച്ച്. അവൻ എന്ത് പരിപാടിയെ കാണിച്ചേ? അവൻ തന്നെ ആയിരിക്കും 1,00,000 രൂപ മോഷ്ടിച്ച അമ്മയുടെ അലമാരിക്കകത്തുനിന്ന്. പക്ഷെ അവൻ കള്ളത്തരം കാണിച്ച് മറിഞ്ഞു നിൽക്കുക. അതിന് സപ്പോർട്ടായിട്ട് അമ്മയും കൂടെ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും അവന്റെ കള്ളത്തരം എന്റെ പുറത്ത് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് പറയാം. രേവതി പറഞ്ഞു, ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, നടക്കാനുള്ള നടന്ന കാര്യല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ രേവതി? അങ്ങനെ കള്ളത്തരം കാണിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുക. ഒരു തവണയല്ല, ഇതിപ്പോ 2ാം തവണയല്ലേ അവൻ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാ. പിന്നീട് സച്ചു പറഞ്ഞു, അതെ വീട്ടിലേക്ക് പോയല്ലേ, നീ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ ഓട്ടം വിളിച്ചണം. അയ്യോ എനിക്കൊരു ലോങ് ഓട്ടം വന്നിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യ, നിന്നെ ഇവിടെ ഞാൻ ഓട്ടോറിക്ഷ കയറ്റിവിടാം, നീ അങ്ങോട്ട് പോയിക്കോളാമെന്ന് ചോദിക്കുക. ശരി എന്നാ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറയാം. പെട്ടെന്നാ സച്ചു കൊടുത്തേ. അയ്യോ എന്നൊരു കാര്യം ചെയ്യുക, നീ ഈ ഫിനാൻഷ്യയുടെ പൈസയും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് പോയാൽ മതി. അത് കൊടുത്തില്ലേ പിന്നെ അയാൾ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. എനിക്കത് കൊണ്ടേ കൊടുക്കാൻ സമയമില്ല, നീ കൊണ്ടേ കൊടുത്തിട്ട് വീട്ടിലും പോയിട്ട് വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രേവതിക്ക് പൈസ കൊടുത്ത് രേവതിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്.
പിന്നീട് സച്ചി അങ്ങോട്ട് പോവാ. രേവതി ഫിനാൻഷ്യയുടെ പൈസ കൊടുക്കാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക. പെട്ടെന്ന് രേവതിനെ കണ്ടു ചോദിച്ചു, ആഹാ ഇത് സച്ചിയുടെ ഭാര്യയല്ലേന്ന് ചോദിക്കും. അതേന്ന് പറയാം. അല്ല ഇതെന്ത് പറ്റി, സച്ചി എന്നില്ലേന്ന് ചോദിക്കും. അല്ല അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു ഓട്ടം ഉണ്ടോ? എന്താ വല്ല തരികടയാണോ? കഴിഞ്ഞ പ്രാവശ്യം പലിശ മൊത്തം ഇല്ലാത്തോണ്ടാ നിന്റെ തന്നു വിട്ടെ, ഈ തവണ അങ്ങനെ തന്നെയാണോന്ന് ചോദിക്കും. അല്ല സാർ ഇത് ഫുൾ എമൗണ്ട് ഉണ്ട്. ആ എന്നേ കുഴപ്പമില്ല, ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് എണ്ണി നോക്കുവാണ്. ഈ സമയത്ത് അപ്പുറത്തുനിന്നൊരു അലർജിക്കരച്ചൊക്കെ ഇട്ടു. എന്നെ തുറന്നു വിടാനൊക്കെ പറഞ്ഞിട്ട്. എന്താ സാർ അവിടെ എന്താന്ന് ചോദിക്കണം. അതോ അതൊന്നും പറയണ്ട, ഇവിടെ ഇങ്ങനെ പലതും നടക്കും. പലിശ തരാനുള്ള ആൾക്കാർ പലിശ തന്നില്ലെങ്കിൽ ഇങ്ങനെ മുറി പിടിച്ച് പൂട്ടിയിടും. ഒരു സ്ത്രീയുണ്ട്, അവരാണ് കുറെ കാലമായിട്ട് എന്നെ പറ്റിക്കുന്നത്. അവര് വീണ്ടും ആധാരം കൊണ്ട് പണയം വെച്ചു. പണയം വെച്ച് കഴിഞ്ഞിട്ടോ വീട്ടിലാരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. വീട്ടുകാരെയും കൂട്ടി വരാൻ പറഞ്ഞപ്പോ ഓരോ ന്യായങ്ങളൊക്കെ പറയാ. പലിശ തരാൻ പറഞ്ഞപ്പോ പലിശ ഓർഡറിയില്ല. അതുകൊണ്ട് വീട്ടിലുള്ളവർ വന്നിട്ട് ഇനി അവരെ തുറന്നു വിടുന്നുള്ളൂ. അങ്ങനെ അവരെ അതിനകത്തിട്ട് പൂട്ടിയേക്കുമെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് രേവതിക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. രേവതി ഇങ്ങനെ ആലോചിച്ചു, എന്നാലും ഇയാൾ ഇത്രയ്ക്ക് മാത്രം ദുഷ്ടനായ മനുഷ്യനാണോന്ന്. പിന്നെ രേവതി വീട്ടിലേക്ക് വേണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ആ ഒച്ചപ്പാട് വീണ്ടും കേൾക്കുന്നത്. ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് രക്ഷിക്കുക, എന്നെ ആരെങ്കിലും തുറന്നു വിടാനും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് രേവതി എടുത്തു, ഇത് എന്റെ അമ്മയുടെ സൗണ്ട് അല്ലേ? പെട്ടെന്ന് രേവതി എടുത്തു, അതെ അമ്മയുടെ സൗണ്ട് തന്നെയാ. രേവതി ഒന്നുകൂടെ എന്ന് ചെവി കൂർപ്പിച്ച് പിടിച്ച് നോക്കി. അതെ. പെട്ടെന്ന് രേവതി അങ്ങോട്ട് ചെല്ലുവാണ്. എന്നിട്ട് ആ കഥയെ തട്ടി ചോദിച്ചു, അല്ല അമ്മയെന്ന് വിളിക്കുവാണ്. ഇത് കേട്ടത് അകത്തുനിന്ന് ചന്ദ്രമതി പിന്നെ മിണ്ടിയില്ല. ചന്ദ്രമതിക്ക് മനസ്സിലായി രേവതിയാന്ന്. ദൈവമേ അവളാണ് ഇന്നത്തോടു കൂടി തന്റെ കാര്യം തീർന്നു. ആ സമയത്ത് ചന്ദ്രമതിനെ അകത്ത് പൂട്ടിയിട്ട് ആ സ്ത്രീയോട് വരുന്നേ, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചിരിക്കുന്നേ? ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് എന്തിനാ? അവരിങ്ങോട്ട് തുറന്നു വിടാൻ പറയാണ്. തുറന്നു വിടാൻ അവരെയാ. പലിശ മൊത്തം കൊണ്ടുവന്ന് കെട്ടിക്കഴിയുമ്പോൾ അവരെ അങ്ങോട്ട് തുറന്നു വിടും. അവർ 1-2 ലക്ഷം രൂപയില്ല, 17 ലക്ഷം രൂപയാ ഇത് മുതലാളിന്ന് കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് പലിശയില്ല മുതലും ഇല്ലാത്തൊരവസ്ഥയാ. അങ്ങനെയുള്ളവരെയൊക്കെ പൂട്ടിയിടാനായിട്ട് മുറി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് അറിയാവോ? ഇത് കേട്ടവൻ രേവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അമ്മ എന്തോ വലിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. പിന്നീട് രേവതി എന്നിട്ട് കഥയിൽ ചെന്ന് തട്ടിട്ട് അമ്മയമ്മയെന്ന് വിളിക്കുവാണ്. പക്ഷെങ്കിൽ ചന്ദ്രമതി മിണ്ടിയില്ല. പിന്നെ രേവതി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വെന്റിലേഷനെ കൊണ്ട് രേവതി നോക്കിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അടുത്ത് മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടോ. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പാൻ പറയാണ്. രേവതി പറഞ്ഞു, അമ്മേനെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകാനോ? അമ്മ വരാൻ പറയാണ്. എങ്ങോട്ട് വരാന്? എനിക്കിപ്പോൾ ഇവിടുന്ന് വരാൻ പറ്റില്ല. അത് മാത്രമല്ല എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും നീ പോയി പറയുകയും ചെയ്യില്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ, ഞാൻ പുറകെ വന്നോളെന്ന് പറയണം. അമ്മ ഈ അവസ്ഥയിലിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ സച്ചേട്ടനോടൊക്കെ വിളിച്ചു പറയാന്ന് പറയണം. വേണ്ട, നീ ആരോടും വിളിച്ചു പറയാനൊന്നും പോണ്ട. ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാം. ഇങ്ങനെ അമ്മേനെ ഇവിടെ കണ്ട് എനിക്ക് പോയി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ സച്ചേട്ടനെയൊക്കെ വിളിച്ചു പറയാൻ പോകുമെന്ന് പറഞ്ഞ് രേവതി പുറത്തേക്കിറങ്ങി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അങ്ങനെ സച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സച്ചി കൊടുത്ത്, എന്താ രേവതി ഫിനാൻഷ്യയുടെ പൈസ കിട്ടിയില്ലെന്ന് ചോദിക്കും. കിട്ടി. അത് സച്ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയാം. എന്തിന്? ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് വരണം. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? പറയുന്നത് കേട്ടല്ലോ, അമ്മേനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക ഫിനാൻഷ്യൽ എന്ന് പറയണം. അമ്മേനെ പൂട്ടിയിട്ടിരിക്കുക എന്തിനാ? അതൊക്കെ വന്നിട്ട് സംസാരിക്കാന്ന് പറയണം. ഈ സമയം സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ അച്ഛനെ കൂടെ വിളിച്ചേക്കാൻ പറയണം. അങ്ങനെ രവീന്ദ്രനെ കൂടെ വിളിക്കുക. രവീന്ദ്രനെ സുധിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അങ്ങനെ സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ മുറിക്കകത്ത് ചന്ദ്രമതി ഉണ്ട്. അപ്പൊ ഒരു പാട്ട ഓണെ തകടം കൊണ്ടുള്ളേക്കൊരു മുറിയാണ്. അപ്പൊ അതിന്റെ വെന്റിലേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാലും അകത്തേക്ക് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ ചന്ദ്ര ഇവിടെയെന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞു, ഇതൊക്കെ ഇവിടെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യമില്ല, നമുക്ക് അകത്ത് കയറി അയാളുടെ കാര്യം എന്താണെന്ന് തിരക്കാന്ന് പറയണം. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല എന്താ സാറേ പ്രശ്നം? എന്തിനാ എന്റെ അമ്മേനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയെന്ന് ചോദിക്കും. അമ്മേനെയോ? ആരുടെ അമ്മൻ? സച്ചിയുടെ അമ്മേനെയോ? അതെ, ആ പുറത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് അത് സച്ചിയുടെ അമ്മയാണോ? ഇതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോഴാ അറിയണേ. അവര് എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല. പേര് ചന്ദ്രമതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല കാര്യം എന്താ സാറേ, എന്താന്ന് ചോദിക്കാം. അത് അവരിവിടുന്ന് എടുത്തേക്കുന്ന 17 ലക്ഷം രൂപ എടുത്തിരിക്കുന്നത്. ഇപ്പൊ പലിശയില്ല മുതലുമില്ല. പലിശ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓരോരോ ഒഴിവുകൾ പറഞ്ഞിരിക്കുക. ഇന്നാണെങ്കിലും പലിശ കൊണ്ടുവന്ന വഴിക്ക് ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്നൊക്കെയാ പറയുന്നത്. ചുമ്മാ അതൊക്കെ അവരുടെ കള്ളത്തരമാണെന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ ചോദിച്ചു, 17 ലക്ഷം രൂപയാ? അതെ. സച്ചിയുടെ വരെ കണ്ണു തള്ളിപ്പോയി. കാരണം സുധി കൊണ്ടുപോയത് 50 ലക്ഷമാണ്. അമ്മയുടെ 17 ലക്ഷം അടിച്ചു മാറ്റിയിരിക്കുന്നു. അല്ലച്ച എന്താ ചേച്ചി കേൾക്കണേന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല മോനെന്ന് പറയണം. ഈ സമയം അങ്ങോട്ട് വന്ന ആ സ്ത്രീയോട് പറഞ്ഞു, അതെ അവരിങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ ചന്ദ്രമതിനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരിക. ചന്ദ്രമതിനെ കണ്ടതും എന്തെന്നില്ലാത്ത ദേഷ്യം വരുന്നു രവീന്ദ്രൻ ഞാൻ ചോദിച്ചു, നീ എന്ത് പരിപാടിയെ ചന്ദ്രയെ കാണിച്ചേ? 17 ലക്ഷം രൂപ നീ ഈ 17 ലക്ഷം രൂപ എന്തിനെടുത്താന്ന് ചോദിക്കുക. ഇത് കേട്ടതും അവരോട് വായിക്കാതെ നാക്കില്ല. ചന്ദ്രമതി ഇത് മിണ്ടായിരിക്കുക. എപ്പോഴും നീ എന്റെ വീടെന്ന് പറയുമല്ലോ. എന്നിട്ട് നീ വീട് പണയം വെച്ച് നീ 17 ലക്ഷം രൂപ എടുത്തില്ലേ? നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി ചന്ദ്രേ? എന്നാലും ഇതൊക്കെ കടന്ന കൈയായിപ്പോയി. നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട്
കാരണം തടിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. പെട്ടെന്ന് സച്ചിൻ സുധീൻ രേവതിയൊക്കെ ചാടി വീണു. വേണ്ടച്ചാ വേണ്ടാന്ന് പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് മാറ്റി വിടുവാണ്. ഈ സമയം സച്ചു പറഞ്ഞു, അല്ല എന്നാലും ഇത് എങ്ങനെ ചെയ്യാൻ തോന്നിയമേ? എന്റെ കാർ എടുക്കാനായിട്ട് ആധാരം ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ തരാൻ കൂട്ടാക്കില്ല. അത് മാത്രമല്ല ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റ് തുടങ്ങാനായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ എതിർത്തില്ലേ? അപ്പൊ ഇതുകൊണ്ടായിരുന്നു അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതിന് രവീന്ദ്രൻ അങ്ങോട്ട് ചെന്നു. സത്യം പറയടി, ഈ പണം നീ എന്തിനു വേണ്ടി എടുത്താന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്തുപോലും മറുപടി പറയണമെന്ന് അറിയില്ലാതെ ചന്ദ്രമൻ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.